കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ലേണേഴ്സ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MEG02 ബ്രിട്ടീഷ് ഡ്രാമ, MA ഇംഗ്ലീഷിന്റെ പേപ്പർ ആയിട്ടുള്ള MEG02 ബ്രിട്ടീഷ് ഡ്രാമയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അനാലിസിസ് പ്രസന്റേഷൻ ആണിത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ്, ബ്ലോക്സ്, യൂണിറ്റ്സ് ഏതൊക്കെയാണ്, ലോ പ്രയോറിറ്റി, കമ്പാരിറ്റീവ്ലി ലോ പ്രയോറിറ്റി ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പ്രസന്റേഷൻ ആയിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് കൊണ്ടുപോകാനും ഇഫക്റ്റീവായിട്ട് പഠിക്കാനും നല്ലൊരു സ്കോർ നേടാനും വേണ്ടിയിട്ട് ഈ ഒരു പ്രസന്റേഷൻ, ഈ ഒരു ഡോക്യുമെന്റ് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. So welcome once again to IGNO Focus 4.0, IGNO Previous Year Question Papers, Ultimate Analysis. ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് MEG02 ബ്രിട്ടീഷ് ഡ്രാമ. സോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രസന്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്ന ബ്ലോക്സും യൂണിറ്റ്സും ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും വെറുതെ അല്ല, നമ്മൾ പ്രീവിയസ് ഇയർ പാസ്റ്റ് ടേം ആൻഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തിട്ട് അതിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഇതിൽ സിലബസ് മാപ്പിംഗ് ഉണ്ട്, അതായത് ബ്ലോക്ക് വൈസ് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എക്സാം റിലവൻസ് വെച്ചിട്ട് പറയുന്നുണ്ട്, അതേപോലെ എക്സാം പാറ്റേൺ അനാലിസിസ് ഉണ്ട്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, വരാൻ സാധ്യതയുള്ള ടോപ്പിക് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഇത് നമ്മളുടെ ആപ്പിൽ, നിങ്ങളുടെ ലേൺവൈസ് ആപ്പിലാണ് ഇതിന്റെ മോഡൽ ആൻസേഴ്സ് കാണാൻ വേണ്ടി സാധിക്കുക. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ്. നമുക്കറിയാം ബ്ലോക്ക് 1 ഡോക്ടർ ഫോസ്റ്റേഴ്സ്, അതിൽ യൂണിറ്റ് 2 ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആസ് ട്രാജഡി എന്ന് പറയുന്നത് 12 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. സോ 12 ടൈംസ് ആണ് ഇത് പല ചോദ്യ പേപ്പറുകളിലായിട്ട് വന്നിട്ടുള്ളത്. സോ റെലവൻസ് ഇസ് ഹൈ. ദെൻ ബ്ലോക്ക് 1 ഡോക്ടർ ഫോസ്റ്റേഴ്സ് യൂണിറ്റ് 4 റിനൈസൻസ് ആൻഡ് റിഫോർമേഷൻ തീംസ്, 8 തവണയാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. സോ ദ റെലവൻസ് ഇസ് മീഡിയം. Now block 1 Dr. Foster's unit 5 dramatic poetry and blank verse. Dramatic poetry and blank verse എന്ന ടോപ്പിക് 4 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. Relevance is low. Coming to unit 2. Unit 2 A Midsummer Night's Dream. Block 2 A Midsummer Night's Dream. അതിലെ യൂണിറ്റ് 2 വന്നിട്ടിരിക്കുന്ന ടോപ്പിക് ആണ് റൊമാൻറ്റിക് കോമഡി എലമെന്റ്സ്. 10 തവണയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് പല ചോദ്യ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ദ റെലവൻസ് ഇസ് ഹൈ. എഗെയിൻ ബ്ലോക്ക് 2 എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന ബ്ലോക്ക് 2 യൂണിറ്റ് 5 ദ പ്ലേ വിതിൻ ദ പ്ലേ, അത് 7 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്, പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ളത്. സോ മീഡിയം റിലവൻസ്. ദെൻ കമ്മിങ് ടു ബ്ലോക്ക് 3 ഹാംലെറ്റ്. ഹാംലെറ്റിലെ ബ്ലോക്ക് 2 ഹാംലെറ്റ് ആസ് റിവെഞ്ച് ട്രാജഡി 11 തവണ നമ്മൾ ചോദ്യ പേപ്പറുകളിൽ കാണാൻ സാധിച്ച ഒരു ചോദ്യമാണ്. ആൻഡ് ദ പ്രയോറിറ്റി ഈസ് ഹൈ. ദെൻ ബ്ലോക്ക് 3 ഹാംലെറ്റില് യൂണിറ്റ് 4 ഹാംലെറ്റ്സ് സോളിലോക്യൂസ് 10 തവണയാണ് ചോദിച്ചിരിക്കുന്നത് പല ചോദ്യ പേപ്പറുകളിലായിട്ട്. ആൻഡ് പ്രയോറിറ്റി ഹൈ പ്രയോറിറ്റി തന്നെയാണ്. കമ്മിങ് ടു ബ്ലോക്ക് 3 ഹാംലെറ്റിലെ യൂണിറ്റ് 6 ക്രിട്ടിക്കൽ അപ്രോച്ചസ്, മാർക്സിസ്റ്റ്, ഫെമിനിസ്റ്റ്, സൈക്കോ അനലറ്റിക്
ഈ ചോദ്യം 6 തവണ പല ചോദ്യപേപ്പറുകളിലും വന്നിട്ടുണ്ട്. സോ മീഡിയം പ്രയോറിറ്റി. ദെൻ കമ്മിങ് ടു ബ്ലോക്ക് 4 ദ ആൽക്കമിസ്റ്റ്. ആൽക്കമിസ്റ്റില് ബ്ലോക്ക് 4 എന്ന ആൽക്കമിസ്റ്റില് യൂണിറ്റ് 2 ജോൺസണിയൻ കോമഡി എന്ന ടോപ്പിക് 9 തവണ പല ചോദ്യപേപ്പറുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. സോ മീഡിയം റെലവൻസ്. നൗ കമ്മിങ് ടു ബ്ലോക്ക് 4 ദ ആൽക്കമിസ്റ്റിൽ യൂണിറ്റ് 3 സ്ട്രക്ചർ ആൻഡ് ലാംഗ്വേജ്, അത് 4 തവണ ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുണ്ട്. ലോ പ്രയോറിറ്റി. ദെൻ കമ്മിങ് ടു ബ്ലോക്ക് 5. ബ്ലോക്ക് 5 നമുക്ക് ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്നുള്ള പ്ലേ ആണ് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ യൂണിറ്റ് 4 കോമഡി, ഫാർസ് ആൻഡ് ബിൽഡൻസൺ റോമൻ 6 തവണയാണ് ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളത്. 6 ചോദ്യപേപ്പറുകളിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ പ്രയോറിറ്റീസ് മീഡിയം. ദെൻ ബ്ലോക്ക് 6 പിഗ്മാലിയൻ യൂണിറ്റ് 2 ക്ലാസ്, ജെൻഡർ ആൻഡ് മൊറാലിറ്റി എന്ന ടോപ്പിക് 9 തവണ ചോദ്യപേപ്പറുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് മീഡിയം റെലവൻസ്. Then again block 6 Pygmalion unit 3 topic dramatic structure and genre എന്ന് പറയുന്നത് 3 തവണയാണ് കണ്ടിട്ടുള്ളത് ചോദ്യപേപ്പറുകളിൽ. ലോ പ്രയോറിറ്റി. Then block 7 murder in the cathedral unit 4 role of chorus 8 തവണ 8 ചോദ്യപേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മീഡിയം പ്രയോറിറ്റി. Then block 7 murder in the cathedral യൂണിറ്റ് 2 പ്രൊഡക്ഷൻ, ഹിസ്റ്ററി ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, അത് 4 ചോദ്യപേപ്പറുകളിലാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ലോ പ്രയോറിറ്റി. ദെൻ ബ്ലോക്ക് 8 ലുക്ക് ബാക്ക് ഇൻ ആങ്കർ യൂണിറ്റ് 4 ക്രിട്ടിക്കൽ അപ്രോച്ചസ്, ജെൻഡർ ഓർ ക്ലാസ്, അത് 10 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഹൈ പ്രയോറിറ്റി കൊടുക്കണം. ആൻഡ് ബ്ലോക്ക് 8 തന്നെ ലുക്ക് ബാക്ക് ഇൻ ആങ്കറിൽ തന്നെ യൂണിറ്റ് 2 ക്യാരക്ടർ അനാലിസിസ് 6 തവണ. ആൻഡ് സോ മീഡിയം റെലവൻസ്. Then block 9 waiting for Godot. Waiting for Godot യൂണിറ്റ് 1 തീം ഓഫ് അബ്സേർഡ് ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം 11 തവണ ചോദ്യപേപ്പറുകളിൽ കണ്ടൊരു ചോദ്യമാണ്. സോ ഹൈ പ്രയോറിറ്റി. ആൻഡ് അഗെയിൻ ബ്ലോക്ക് 9 വെയിറ്റിംഗ് ഫോർ ഗോദോല യൂണിറ്റ് 4 തീംസ് ആൻഡ് ഇഷ്യൂസ്, ടൈം ഓർ ലാംഗ്വേജ് 7 ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. സോ മീഡിയം റെലവൻസ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളൊരു ബാർഗ്രാഫിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് വിഷ്വലി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എക്സ് ആക്സിസിൽ കാണാൻ സാധിക്കുന്നത് ബ്ലോക്സ് ആണ്. ഓരോ ബ്ലോക്കിന്റെയും പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ഫോസ്റ്റേഴ്സ്, എ സമ്മർ നൈറ്റ്സ് ഡ്രീം, ഹാംലെറ്റ്, ദ ആൽക്കമിസ്റ്റ്, പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, പിഗ്മാലിയൻ, മർഡർ ഇൻ ദ കത്തീഡ്രൽ, ലുക്ക് ബാക്ക് ഇൻ ആങ്കർ, വെയിറ്റിംഗ് ഫോർ ഗോഡോ. ആൻഡ് വൈ ആക്സിസിൽ നമുക്ക് കാണാൻ സാധിക്കും ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് പെർ ബ്ലോക്ക്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വിഷ്വലി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ബാർഗ്രാഫിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് സെയിം കാര്യം തന്നെ ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്സ്. നമുക്ക് അവിടെ സൈഡിൽ കാണാം ഫ്രീക്വൻസി, ഇന്റൻസിറ്റി, ഓരോ ബ്ലോക്കിനും ഓരോ യൂണിറ്റ് 1 ഡോക്ടർ ഫോസ്റ്റേഴ്സ്, യൂണിറ്റ് 1 യൂണിറ്റ് 2 ഡോക്ടർ ഫോസ്റ്റേഴ്സ്, അതേപോലെ തന്നെ യൂണിറ്റ് 1 ഒരു തവണ, യൂണിറ്റ് 2 3, യൂണിറ്റ് 3 2 ടൈംസ്, ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആ സെയിം കാര്യം തന്നെ ഒരു ഹീറ്റ് മാപ്പിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഹൈ പ്രയോറിറ്റി വരുന്ന അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസിയിലുള്ളത് ഡാർക്ക് കളറായിട്ടും, മീഡിയം ഫ്രീക്വൻസി ഒരു ഇന്റർമീഡിയറ്റ് ഷെയ്ഡിലും, ലോ ഫ്രീക്വൻസി ലൈറ്റ് ഷെയ്ഡിലുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പ് 3 ഹൈ ഈൽഡ് പോയിന്റ്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാംലെറ്റ് ആസ് റിവെഞ്ച് ട്രാജഡി 11 തവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 11 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിന് നമുക്ക് ഫ്രീക്വന്റ് സെൻട്രൽ തീമാറ്റിക് ചോദ്യമാണ് എന്ന് പറയാം. പിന്നെ അത് ചോദ്യപേപ്പറുകളിൽ 11 തവണ വന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹൈ പ്രയോറിറ്റിയിൽ നമ്മൾ കാണേണ്ട ഒരു ചോദ്യമാണ്. അതിനെന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ട്രാജഡി 12 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം തിയേറ്റർ ഓഫ് ദ എപ്പിസോഡ് ഇൻ വെയിറ്റിംഗ് ഫോർ ഗോദോ, അതും 11 തവണ വന്നിട്ടുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനും നമ്മൾ വളരെ ഹൈ പ്രയോറിറ്റിയിൽ കൊടുത്തുകൊണ്ട് ആൻസേഴ്സ് നന്നായി പഠിക്കണം. ഇനി നമുക്കറിയാം പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യപേപ്പറിൽ വരാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ചോദ്യപേപ്പറിൽ ചോദിക്കാറ്. അതാണ് പാസേജ് കമന്റ്, RTC ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ, ഷോർട്ട് നോട്ട്സ്, പിന്നെ കമ്പാരിറ്റീവ് ഓർ അനാലിറ്റിക്കൽ എസ്സേ. പാസേജ് കമന്റ് അല്ലെങ്കിൽ RTC എന്ന് പറയുന്നത് 5-10 മാർക്കിനുള്ള ചോദ്യമായിട്ടാണ് വരിക. സോ 150 to 200 വേർഡ്സിൽ വേണം നമ്മൾ ഉത്തരം എഴുതാനായിട്ട്.
എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ നമുക്കറിയാലോ 20 മാർക്കിനാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ 500 മുതൽ 600 വേർഡ്സിൽ നമ്മൾ ഉത്തരം എഴുതണം. ഷോർട്ട് നോട്ട്സ് പൊതുവെ 10 മാർക്കിനാണ് ചോദിക്കുക. അതുകൊണ്ട് 200 മുതൽ 250 വേർഡ്സിൽ നമ്മൾ ഉത്തരം എഴുതേണ്ടതുണ്ട്. പിന്നെ വരുന്ന ടൈപ്പാണ് കമ്പാരിറ്റീവ് ഓർ അനലറ്റിക്കൽ എസ്സേസ്. അതും 20 മാർക്കിനാണ് ചോദിക്കുക, 500 മുതൽ 600. ഇതാണ് പലതരത്തിലുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റുകൾ. അപ്പൊ അതിന്റെ മാർക്കും വേർഡ് കൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അത് ഉത്തരം എഴുതേണ്ടത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ പാസേജ് കമന്റ് നമ്മൾ വരുന്ന സമയത്ത് നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം. ഏത് പ്ലേയിൽ നിന്നാണ്, ഏത് ഡ്രാമയിൽ നിന്നാണ്, അതേപോലെ തന്നെ ഏതാണ് പാസേജ് എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മളത് ക്ലിയർ ആയിട്ട് അതിന്റെ തീമും ക്യാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കും കോണ്ടെക്സ്റ്റും ഒക്കെ നമ്മൾ എഴുതാനായിട്ട്. സോ 150 to 200 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്. അത് 5 to 10 മാർക്സിനാണ് വരാറ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ്. എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. 20 മാർക്സിന് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻ ഡെപ്ത് അനാലിസിസ് റിക്വയർഡ് ആണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഉത്തരം എഴുതണം. 500 to 600 വേർഡ്സിൽ വേണം ഉത്തരം എഴുതാൻ. ടെക്സ്ച്വൽ എവിഡൻസസ് കൊടുത്തുകൊണ്ട് തന്നെ, എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ എഴുതേണ്ടത്. പിന്നെ വരുന്ന അടുത്ത ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ വളരെ ബ്രീഫ് ആയിട്ടുള്ള രീതിയിലാണ് ഉത്തരം എഴുതേണ്ടത്. എക്സ്പ്ലെയിൻ ചെയ്ത് 20 മാർക്സിനുള്ള ചോദ്യമല്ല, 10 മാർക്കിന് വരുന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ വളരെ ബ്രീഫായിട്ട്, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ വളരെ നല്ല രീതിയിൽ വേണം ഇതിന് ആൻസർ എഴുതാൻ. 200 to 250 വേർഡ്സിന് വേണം നമ്മൾ ഇതിന് ആൻസർ എഴുതാനായിട്ട്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കമ്പാരിറ്റീവ് അനലറ്റിക്കൽ എസ്സേ. കമ്പാരിറ്റീവ് അനലറ്റിക്കൽ എസ്സേ എന്ന് പറയുമ്പോൾ 20 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള എസ്സേസ് വരുന്ന സമയത്ത് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ചോദ്യം വളരെ നല്ല രീതിയിൽ വായിച്ച് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അങ്ങനെ ഉത്തരം എഴുതുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ബിക്കോസ് ഇറ്റ് ഇസ് 20 മാർക്സ്, 20 മാർക്കിനുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ടെക്സ്ച്വൽ എവിഡൻസസ് പ്രൊവൈഡ് ചെയ്യണം. തീം എന്താണ്, കോണ്ടെക്സ്റ്റ് എന്താണ്, ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട്. നെക്സ്റ്റ് ഇസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് ആവറേജ് മാർക്സ് പെർ ബ്ലോക്ക് അല്ലെങ്കിൽ സെഷൻ. ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് ഓരോ ചോദ്യ പേപ്പറുകൾ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ജൂൺ 2021, ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023, ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024, പിന്നെ ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ. ഓരോ വർഷവും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ഓരോ ബ്ലോക്ക് വൈസും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വായിക്കാം, അതേപോലെ ടോട്ടൽ ഷെയർ, പെർസെൻറ്റേജ് ഷെയറും വായിക്കാം. ഡോക്ടർ ഫോസ്റ്റേഴ്സ് ജൂൺ 21-15, ഡിസംബർ 21-15, ജൂൺ 22-20, ഡിസംബർ 22-15, ജൂൺ 23-15, ഡിസംബർ 23-15, ജൂൺ 24-15, ഡിസംബർ 24-15. സോ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 16.9% ആണ്. അതേപോലെ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം ആണെങ്കിൽ ജൂൺ 21-15, ഡിസംബർ 21-15, ജൂൺ 22-10, ഡിസംബർ 22-10, ജൂൺ 23-15, ഡിസംബർ 23-10, ജൂൺ 24-15, ഡിസംബർ 24-10. ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 12.5%. ഇനി അടുത്ത ബ്ലോക്ക് 3 ഹാംലെറ്റ് ആണ്. ഹാംലെറ്റിൽ ജൂൺ 21-20, ഡിസംബർ 21-20, ജൂൺ 22-25, ഡിസംബർ 22-20, ജൂൺ 23-20, ഡിസംബർ 23-20, ജൂൺ 24-20, ഡിസംബർ 24-20. സോ ടോട്ടൽ പെർസെൻറ്റേജ്
20%. ഇനി ദ ആൽക്കമിസ്റ്റ് ബ്ലോക്ക് 4 June 21 10, December 21 10, June 22 10, December 22 10, June 23 10, December 23 10, June 24 10, December 24 10. എല്ലാം 10 ആണ് വന്നിരിക്കുന്നത്. 9.4% ടോട്ടൽ. ദെൻ പ്ലേ ബൈ ഓഫ് ദ വെസ്റ്റേൺ വേൾഡും ഇതേപോലെ തന്നെ June 21 to December 24 10 ഈച്ച്. അതുകൊണ്ട് തന്നെ ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ എന്ന് പറയുന്നത് 9.4%. പിഗ്മാലിയനും ഇതേപോലെ June 21 to December 24 10 ഈച്ച് ഇയറിലും 10 ആണ് വന്നിരിക്കുന്നത്. സോ ടോട്ടൽ ഷെയർ ഇസ് 9.4%. മർഡർ ഇൻ ദ കത്തീഡ്രൽ ബ്ലോക്ക് 7 മർഡർ ഇൻ ദ കത്തീഡ്രലും സെയിം രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. June 21 to December 24 10 ഈച്ച്. സോ ടോട്ടൽ പെർസെൻറ്റേജ് ഇസ് 9.4%. ഇനി ബ്ലോക്ക് 8 ലുക്ക് ബാക്ക് ഇൻ ആങ്കറിൽ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. June 21 10, December 21 10, June 22 10, December 22 10, June 23 10, December 23 15, June 24 10, December 24 15. So total percentage is 11.9%. ഈ ലാസ്റ്റ് ബ്ലോക്ക് ആണ് വെയിറ്റിംഗ് ഫോർ ഗോദോ. ഇതിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. സെയിം അല്ല എല്ലാ വർഷവും ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ്. June 21 10, December 21 10, June 22 10, December 22 15, June 23 10, December 23 10, June 24 10, December 24 10. So total is 10%. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മളൊരു വിഷ്വലി നമ്മൾ ഒരു മാപ്പോന്റെ സഹായത്തോട് കൂടിയിട്ട് ലൈൻസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഡിഫറെന്റ് ലൈൻസ് സിംബലൈസസ് ഇവിടെ താഴെ കൊടുത്ത പോലെ തന്നെ ഡിഫറെന്റ് ബ്ലോക്സിനെയാണ് ഡിഫറെന്റ് കളേർഡ് ലൈൻസ് സിംബലൈസ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള ലൈൻസ്, പല കളറിലുള്ള ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഡിഫറെന്റ് ബ്ലോക്സിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പെർ ബ്ലോക്ക് ഫ്രം ജൂൺ 2021 ടേം ആൻഡ് എക്സാം തൊട്ട് ഡിസംബർ 2024 ടേം ആൻഡ് എക്സാം വരെയുള്ള അനാലിസിസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓരോ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഇയർലി പെർസെൻറ്റേജ് വെയിറ്റ് ഓഫ് പാസേജ് കമന്റ് RTC essay ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട്സ് ആൻഡ് കമ്പാരിറ്റീവ് essay ഫ്രം ജൂൺ 2021 തൊട്ട് ഡിസംബർ 2024 വരെയുള്ള ചോദ്യപേപ്പറുകളുടെ ബേസിസിൽ. ഇനി നമ്മളിവിടെ നേരത്തെ പറഞ്ഞല്ലോ, പാറ്റേൺസ് ഡിസ്കസ് ചെയ്തല്ലോ, ഡിഫറെന്റ് പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതില് പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഹാവ് ഗ്രാജുവലി ഗെയിൻഡ് പ്രോമിനൻസ്. അത് പിന്നീട്, അതായത് മുൻ വർഷത്തെക്കാളും ഈ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കൂടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. കാരണം പാസേജ് ബേസ്ഡ് കോണ്ടെക്ച്വൽ ചോദ്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ചോദ്യപേപ്പറുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുന്നുണ്ട്. അതേപോലെ ഹാംലെറ്റ് എന്ന ബ്ലോക്ക് ഒരു ഹൈ പ്രയോറിറ്റിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ബ്ലോക്കാണ്. കാരണം അതിനൊരു സ്റ്റേബിൾ എംഫസിസ് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ എല്ലാ ചോദ്യപേപ്പറുകളിലും കമ്പാരിറ്റീവ്ലി നല്ല ക്വസ്റ്റ്യൻസ് ആ ഒരു ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രോയിങ് കമ്പാരിറ്റീവ് അനാലിസിസ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ് അനാലിസിസ് ക്വസ്റ്റ്യൻസിന്റെ പ്രയോറിറ്റി മുൻവർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ വർഷവും കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി പ്രിപ്പറേഷൻ ടിപ്പാണ്. അപ്പൊ നമുക്കറിയാം 3 hours എക്സാം ആണ്. 3 hours എക്സാം 100 മാർക്സിന് എക്സാം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടൈം കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഓരോ ക്വസ്റ്റിനും കൃത്യമായിട്ടുള്ള സമയം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതാനായിട്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 60 minutes നമുക്ക് 2 ഡീറ്റെയിൽ എസ്സേക്ക് മാറ്റിവെക്കാം. ഓരോന്നിനും 30 മിനിറ്റ് വെച്ചിട്ട് 60 മിനിറ്റ് 2 എസ്സേസ് എഴുതാൻ നമുക്ക് മാറ്റിവെക്കാം. അതേപോലെ തന്നെ 40 minutes ഓൺ കമ്പാരിറ്റീവ് എസ്സേസ് ആൻഡ് 30 minutes ഓൺ കോണ്ടെക്ച്വൽ പാസേജ്. അതേപോലെ തന്നെ 30 minutes ഓൺ ഷോർട്ട് നോട്ട്സ്. ഇങ്ങനെ നമ്മൾ ഓരോ ചോദ്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം സമയം അലോക്കേറ്റ് ചെയ്യണം. ഒപ്പം ഒരു 10-20 മിനിറ്റ് എങ്കിലും നമ്മൾ എല്ലാ ചോദ്യവും വായിച്ചു നോക്കും. ഉത്തരം എഴുതി കഴിഞ്ഞാൽ എല്ലാ ഉത്തരങ്ങളും ഒന്ന് വായിച്ചു നോക്കാനുള്ള സമയം നമ്മൾ എൻഷുർ ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മളുടെ എക്സാം ഹാളിൽ നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് 3 മണിക്കൂറിനുള്ളിൽ എക്സാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തീർക്കാനായിട്ട്. ഇനി റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, discuss Dr. Faustus as a tragedy emphasizing human heroism and tragic conflict. 8 തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇനി രണ്ടാമത് ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസിലെ രണ്ടാമത്തെ ചോദ്യമാണ് ക്രിട്ടിക്കലി കമന്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ആൻഡ് റോൾ ഓഫ് സോളിലോക്കീസ് ഇൻ ഹാംലെറ്റ്. അപ്പിയറൻസസ് 7. Then third, examine the feature of romantic comedy in Shakespeare's A Midsummer Night's Dream. Appearance 7. So ഇതൊക്കെ കാണിക്കുന്നത് ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇതിനൊക്കെ ഹൈ പ്രയോറിറ്റി കൊടുത്ത് വേണം നമ്മൾ പഠിക്കാൻ. ഇപ്പൊ 3 നമ്മൾ പറഞ്ഞു. ഇനി നാലാമത്തെ അനലൈസ് വെയിറ്റിംഗ് ഫോർ ഗോഡോ ആസ് എൻ അബ്സർഡ് പ്ലേ എംഫസൈസിങ് എക്സിസ്റ്റൻഷ്യൽ തീം. 7 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. Then fifth is discuss class distinction, gender conflict and morality in Shaw's Pygmalion. 6 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. And sixth one is discuss look back in anger focusing on the issue of gender and class conflict. 6 തവണ. ഏഴാമത്തെ ചോദ്യം explain Johnsonian comedy through character portrayal and event structure in The Alchemist. 6 തവണ. എട്ടാമത്തെ ചോദ്യം ഇവാലുവേറ്റ് ദ റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോറസ് ഇൻ മർഡർ ആൻഡ് കത്തീഡ്രൽ. 5 തവണ. 9 ഡിസ്കസ് എലിസബത്തൻ ട്രാജഡി ഹൈലൈറ്റിംഗ് ഇറ്റ്സ് റിനൈസൻസ് ആൻഡ് റിഫോർമേഷൻ എലമെന്റ്സ്. 5 തവണ. ആൻഡ് 10 ക്രിട്ടിക്കലി കമന്റ് ഓൺ ദ പ്ലേ ബൈ ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് ആസ് എ കോമഡി ആൻഡ് ബിൽഡിംഗ്സ് റോമൻ. 5 തവണ. അപ്പൊ ഇതാണ് ടോപ്പ് പ്രയോറിറ്റിയിൽ പഠിക്കേണ്ട 10 ചോദ്യങ്ങൾ. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രീക്വൻസി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഡോക്ടർ ഫോസ്റ്റസ് ട്രാജഡി, അത് ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള ബ്ലോക്കിലും ബ്ലോക്ക് 1 വരുന്നതാണ്, യൂണിറ്റ് 2 വരുന്നതാണ്. 8 തവണയാണ്. സോ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കിനാണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സോളിലോക്കി ഇൻ ഹാംലെറ്റ് എന്ന് പറയുന്നത്. അത് ബ്ലോക്ക് 3 ഹാംലെറ്റ് എന്ന് പറയുന്ന ബ്ലോക്ക് 3 വരുന്നതാണ്, യൂണിറ്റ് 4 വരുന്നതാണ്. 7 തവണ. ആൻഡ് അപ്പിയറൻസ് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ആൻഡ് ആവറേജ് മാർക്ക് ഇസ് 20. നിങ്ങൾ ഇഗ്നോർ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോറിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. നെക്സ്റ്റ് അതുപോലെ തന്നെ അടുത്ത ചോദ്യമായിട്ടുള്ള റൊമാൻറ്റിക് കോമഡി ഇൻ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്ന് പറയുന്നത് മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം എന്നുള്ള ബ്ലോക്ക് 2 യൂണിറ്റ് 2 വരുന്ന ചോദ്യമാണ്. അത് 7 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. 7 തവണ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചു. 20 മാർക്കിനാണ് വരിക. നെക്സ്റ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ ഗോദോ ആൻഡ് അബ്സർഡിസം എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന ബ്ലോക്ക് 9 യൂണിറ്റ് 1 to 4 ഇടയിൽ വരുന്ന അല്ലെങ്കിൽ അതിൽ വരുന്ന ചോദ്യമാണ്. 7 തവണ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് ഇസ് 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ക്ലാസ് ആൻഡ് ജെൻഡർ ഇൻ പിഗ്മാലിയൻ എന്ന് പറയുന്നത്. അത് പിഗ്മാലിയൻ എന്ന് പറയുന്ന ബ്ലോക്ക് 6 ചോദ്യമാണ്, യൂണിറ്റ് 2 ചോദ്യമാണ്. ആൻഡ് അതുപോലെ തന്നെ അത് ബ്ലോക്ക് 6 യൂണിറ്റ് 2 ചോദ്യമാണ്. 6 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് മാർക്ക് ഇസ് 20. ദെൻ ജെൻഡർ ഓർ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഇൻ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ, അത് ലുക്ക് ബാക്ക് ഇൻ ആങ്കർ എന്ന് പറയുന്ന ബ്ലോക്ക് 8 നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, യൂണിറ്റ് 4 6 തവണയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ആവറേജ് മാർക്ക് 20. The next question is Johnsonian comedy in The Alchemist. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്ക് 4 നിന്നുള്ള ചോദ്യമാണ്, യൂണിറ്റ് 2, 3 ഇതിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. 6 തവണയാണ് അപ്പിയർഡ് ഇൻ എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പർ. ആവറേജ് മാർക്ക് ഇസ് 20. The next is role of chorus in Murder and Cathedral. Murder and Cathedral എന്ന് പറയുന്ന ബ്ലോക്ക് 7 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, യൂണിറ്റ് 4 നിന്ന്. Appeared in exam 5 times ആണ് appeared in exam and average mark is 20. The next question is Renaissance and Reformation Elizabethan Tragedy. അത് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന ബ്ലോക്ക് 1 നിന്നുള്ള ചോദ്യമാണ്, യൂണിറ്റ് 4 നിന്ന്. 5 times appeared in exam and average mark is 20. Next is Playboy as comedy and Buildings Roman. അത് Playboy of the Western World എന്ന് പറയുന്ന ബ്ലോക്ക് 5 നിന്നുള്ള ചോദ്യമാണ്, യൂണിറ്റ് 4 നിന്ന്. Appeared in exams 5 times and average mark is 20. ഇനി നമ്മൾ കുറച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് അഡ്വൈസസ് ആണ്. കറക്റ്റായിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക, ടൈം അലോക്കേറ്റ് ചെയ്യുക.
allocate 5 minutes for outlining main points and 20 minutes for writing your complete response. ഓരോ ചോദ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിനുള്ള സമയം കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. ആദ്യമേ നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യണം, മെയിൻ പോയിന്റ്സിന്റെ ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഒരു 20 to 30 minutes ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. നമുക്ക് ഒരു 500 വേർഡ്സിനോ 600 വേർഡ്സിനോ ഇടയിലാണ് ഉത്തരം എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റിൽ നമ്മളത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ തന്നെ റിപ്പീറ്റ് റിഹേഴ്സൽ. നമ്മൾ എപ്പോഴും പ്രാക്ടീസ് റിവിഷൻ ടൈമിൽ എപ്പോഴും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ആൻസറിങ് ഈച്ച് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതേപോലെ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മളുടെ ഓരോ പ്ലേയുടെയും തീമാറ്റിക് കൺസേൺസ്, അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ക്യാരക്ടേഴ്സ്, ഇതിനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോകണം. അതിന് നമുക്ക് പല സ്ട്രാറ്റജീസും ഉണ്ട്. മൈൻഡ് മാപ്സ് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് എഴുതി വെച്ചിട്ട് ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കാം, ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അത് റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് നമ്മൾ അപ്പിയർ ചെയ്യാനായിട്ട്. ഇനി നേരത്തെ പറഞ്ഞ നമ്മൾ 10 top 10 recurring questions ഉണ്ടല്ലോ, അത് പെർസെൻറ്റേജ് വൈസ് നമ്മളൊരു പൈ ചാർട്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ആ സെയിം കാര്യം തന്നെയാണ്. അത് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്ക് ഇവിടെ കാണാം. ഈ പൈ ചാർട്ടിന്റെ രൂപത്തിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ top 10 ക്വസ്റ്റ്യൻസിന്റെയും ഫ്രീക്വൻസി പെർസെൻറ്റേജ് വൈസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഇസ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. പ്രോബബിലിറ്റി പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി അനലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ പ്രയോറിറ്റി ഏതിനാ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ലോ പ്രയോറിറ്റി ഏതിനാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ബ്ലോക്ക് 1 ഡോക്ടർ ഫോസ്റ്റേഴ്സ് യൂണിറ്റ് 2 ഡോക്ടർ ഫോസ്റ്റേഴ്സ് ട്രാജഡി എന്ന് പറയുന്നത് 100% പ്രോബബിലിറ്റി, സോ ഹൈ പെർസെൻറ്റേജ് ആണ്. അതുപോലെ ഹാംലെറ്റിൽ യൂണിറ്റ് 4 ഹാംലെറ്റ് സോളിലോക്കി എന്ന് പറയുന്നത് 87.5% ഹൈ പ്രയോറിറ്റി ആണ്. അതേപോലെ വെയിറ്റിംഗ് ഫോർ ഗോദോ 1 to 4 യൂണിറ്റ്സ് തിയേറ്റർ ഓഫ് അബ്സേർഡ് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ തീം 87.5% ഹൈ പ്രയോറിറ്റി. അതേപോലെ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീമിന് യൂണിറ്റ് 2 റൊമാൻറ്റിക് കോമഡി എന്നുള്ള ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി വരുന്നത് 87.5% ആണ് ഹൈ പ്രയോറിറ്റി. ഇനി ലുക്ക് ബാക്ക് ഇൻ ആങ്കർ യൂണിറ്റ് 4 ജെൻഡർ ആൻഡ് ക്ലാസ് കോൺഫ്ലിക്ട് 75% ഹൈ പ്രയോറിറ്റി. അതുപോലെ പിഗ്മാലിയൻ യൂണിറ്റ് 2 ക്ലാസ് ആൻഡ് ജെൻഡർ ഇഷ്യൂസ് 75% ഹൈ പ്രയോറിറ്റി. ദ ആൽക്കമിസ്റ്റ് യൂണിറ്റ് 2 to 3 ജോൺസൺ ആൻഡ് കോമഡി 75% ഹൈ പ്രയോറിറ്റി. മർഡർ ആൻഡ് കത്തീഡ്രൽ യൂണിറ്റ് 4 കോറസിന്റെ റോള് 62.5% മീഡിയം. Dr. Foster's Unit 4 Renaissance and Reformation 62.5% medium. Playboy of the Western World Unit 4 Comedy and Buildings Roman 62.5% medium. Hamlet Unit 2 Revenge Tragedy 50% medium. A Midsummer Night's Dream Unit 5 Play Within a Play 50% medium. Then Dr. Foster's Unit 5 Dramatic Poetry 25% comparatively low priority. The Alchemist Unit 5 Structure and Language 25% comparatively low priority. ഇനി നമ്മളിവിടെ ഓരോ പ്രോബബിലിറ്റി പെർസെൻറ്റേജിന്റെ മുകളിൽ 1, 2, 3, 4, 5, 6 എന്നുള്ള ഫുട് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എപ്പിയേർഡ് 1 എന്ന് എഴുതിയിരിക്കുന്നത് 8 തവണ വന്നിട്ടുണ്ട് ചോദ്യപേപ്പറുകളിൽ. 8 ചോദ്യപേപ്പർ നമ്മൾ അനലൈസ് ചെയ്തതിൽ 8ലും വന്നിട്ടുണ്ട്. ഇനി 2 എന്ന് കൊടുത്തിരിക്കുന്നത് 7 ചോദ്യപേപ്പറുകളിൽ 8 ചോദ്യപേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ 7 ചോദ്യപേപ്പറിലും വന്നിട്ടുണ്ട്. 3ഉം അതേപോലെ തന്നെ 8 ചോദ്യപേപ്പറുകളിൽ 7 ചോദ്യപേപ്പറിലും വന്നിട്ടുണ്ട്. അതുപോലെ 4 എന്ന് ഫുട് നോട്ട് കൊടുത്തിട്ടുള്ളത് 7 ചോദ്യപേപ്പറിലും വന്നിട്ടുണ്ട്. 8 എണ്ണം നമ്മൾ അനലൈസ് ചെയ്തതിൽ 7 എണ്ണത്തിലും വന്നിട്ടുണ്ട്. ഇനി 5 എന്ന് ഫുട് നോട്ട് കൊടുത്തതിൽ 6 out of 8 ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്തതിൽ 6 എണ്ണത്തിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ 6 എന്ന ഫുട് നോട്ട് കൊടുത്തതിൽ കൺസിസ്റ്റന്റ്ലി 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഓരോന്നിലും കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ഓരോന്നിലും കൊടുത്തിട്ടുണ്ട്. 7 എങ്ങനെയാണ് 62.5% മുകളിൽ 8 എന്ന് കൊടുത്തിട്ടുണ്ട്. 62.5% മുകളിൽ 9 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ 6 എന്ന് കൊടുത്തത് 6 തവണയും കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചത് കൊണ്ടാണ്. 7 എന്ന് കൊടുത്തിട്ടുള്ളത് റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ഇൻ 6 റീസെന്റ് സെഷൻസ്.
അതുപോലെ 8 എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, 8 എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. കോറസ് മർഡർ ഇൻ ദ കത്തീഡ്രൽ കോറസ് 62.5% മുകളിൽ 8 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് 5 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. 8 ചോദ്യപേപ്പറുകളാണ് നമ്മൾ അനലൈസ് ചെയ്തത്, അതിൽ 5 എണ്ണത്തിലും വന്നിട്ടുണ്ട്. ഇനി 9 എന്ന് കാണുന്നത് എക്സാമിൻഡ് ഇൻ 5 ഓഫ് ദ റീസെന്റ് എക്സാംസ്, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ 5 ചോദ്യപേപ്പറുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ 10 എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളതും ഇതേപോലെ തന്നെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡിൽ 62.5% മുകളിലാണ് നമുക്ക് 10 എന്ന് കാണാൻ സാധിക്കുന്നത്. അതും ഇതേപോലെ തന്നെ 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ 11 എന്ന് കൊടുത്തിട്ടുള്ളത് ഒക്കേർഡ് ഇൻ ഹാഫ് ഓഫ് റീസെന്റ് പേപ്പേഴ്സ്, ഹാഫ് ഓഫ് ദ റീസെന്റ് പേപ്പേഴ്സ്, ഈ അടുത്തിറങ്ങിയ ചോദ്യപേപ്പറുകളിൽ പകുതിയിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. 12 എന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് 4 ഔട്ട് ഓഫ് 8, 8-ൽ 4 എണ്ണത്തിലും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പ്രയോറിറ്റി സ്റ്റഡി നമുക്ക് നോക്കാം. പ്രയോറിറ്റിയിൽ ഹൈ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് ട്രാജഡി, ഹാംലെറ്റിലെ സോളിലോക്കി, വെയിറ്റിംഗ് ഫോർ ഗോഡോൻ അബ്സേർഡിസം, എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിലെ റൊമാൻറ്റിക് കോമഡി എന്ന് പറയുന്ന ചോദ്യങ്ങളാണ് ഹൈ പ്രയോറിറ്റി. സോ നമ്മളിത് പഠിക്കുന്ന സമയത്ത് എങ്ങനെ വേണം, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്സേ എഴുതിയിട്ട് തന്നെ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഈ ടെക്സ്റ്റിനെ, ഓരോ ടെക്സ്റ്റിനെയും ഹാംലെറ്റ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, വെയിറ്റിംഗ് ഫോർ ഗോഡോ, മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, ഇതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഇനി മീഡിയം പ്രയോറിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വർക്ക്സ് ആണ് ലുക്ക് ബാക്ക് ഇൻ ആങ്കറിലെ ജെൻഡർ ഓർ ക്ലാസ്, പിഗ്മാലിയനിലും ക്ലാസ് ഓർ ജെൻഡർ, ആൽക്കമിസ്റ്റ് ജോൺസോണിയൻ കോമഡി, മർഡർ ഇൻ ദി കത്തീഡ്രലിലെ കോറസ്. ഇവിടെ ഇതിനെല്ലാം നമ്മൾ മീഡിയം പ്രയോറിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. മീഡിയം പ്രയോറിറ്റി ആണെങ്കിലും നമ്മൾ വളരെ ബ്രീഫ് ആയിട്ടുള്ള രീതിയിൽ എസ്സേസ് എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കീ പോയിന്റ്സും എല്ലാം നമ്മൾ എഴുതി നല്ല രീതിയിൽ അത് അനലൈസ് ചെയ്തുകൊണ്ട്, ആ ടെക്സ്റ്റ് അനലൈസ് ചെയ്തുകൊണ്ട് വേണം, ഡ്രാമ അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഇനി കമ്പാരിറ്റീവ്ലി ലോ പ്രയോറിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ഡ്രാമാറ്റിക് പോയട്രി, ആൽക്കമിസ്റ്റിലെ സ്ട്രക്ചറൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ ക്വിക്കായിട്ട് പഠിക്കാവുന്നതാണ്. കാരണം അധികം സമയം നമ്മൾ ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ക്വിക്ക് ആയിട്ടുള്ള രീതിയിൽ ഫ്ലാഷ് കാർഡ്സോ മൈനർ പോയിന്റ്സോ ഒക്കെ വെച്ചിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം മാത്രം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന് കൊടുത്ത് പഠിച്ചാൽ മതി. കാരണം ഇതൊക്കെ ലോ പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട്. ഇനി ആ സെയിം കാര്യം തന്നെയാണ് ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ടോപ്പിക് പ്രോബബിലിറ്റി കാറ്റഗറി, ഇവിടെ ഏറ്റവും ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 70% ആണ്. അതാണ് നമ്മൾ ഗ്രീൻ ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ മീഡിയം പ്രയോറിറ്റി 40 to 69% വന്നിരിക്കുന്നത്. ലോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എലമെന്റ് ആണ്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ജൂൺ 2025 ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ടൈം 3 hours, then maximum marks 100. Answer question number 1, which is compulsory. Attempt any 4 from the remaining questions. All questions carry equal marks. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് നമുക്കറിയാം ലൈൻസ്, ഡയലോഗ്സ് ഫ്രം ദ പ്ലേയിൽ നിന്നുള്ള ഡയലോഗ്സ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ 5 ചോദ്യങ്ങളും കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. ക്രിട്ടിക്കലി കമന്റ് ഓൺ എനി 4 of the following passage which refers to the context. ഈ 5 ചോദ്യങ്ങളിൽ 4 എണ്ണം നമ്മൾ കൃത്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ നമുക്ക് 20 മാർക്സ് ആണ് ഓരോന്നിനും വരുന്നത്. ഓക്കെ, ക്രിട്ടിക്കലി കമന്റ് ഓൺ എനി 4 of the following questions. അങ്ങനെ നമുക്ക് ഈ ഫസ്റ്റ് ചോദ്യം ഇതെല്ലാം നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 20 മാർക്സ് കിട്ടും. ഓരോന്നിനും എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് 20 മാർക്സ് ആണ് കിട്ടുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ഏതെങ്കിലും ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുക, അതിന് 20 കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നതും ഓർ ക്വസ്റ്റ്യൻ ആണ്, അതിനും നമുക്ക് 20 മാർക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നതും ഓർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക, അതിനും 20 മാർക്സ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നതും ഓർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക, അപ്പൊ നമുക്ക് 20 മാർക്സ് കിട്ടും. സോ 20 + 20 40 60 80 and 100. So total 100 marks. Question number 1 carry 20 marks. Critically comment on any 4 of the following passage with reference to the context in about 150 words. 5 എണ്ണത്തിൽ 4 എണ്ണം നമ്മൾ എഴുതാം. അതുപോലെ വരുന്ന അടുത്ത ചോദ്യം 2 എണ്ണം നമുക്ക് കൊടുക്കാം. ഓറാണ് ഇട്ട് തന്നിരിക്കുന്നത്. ഒന്ന് ഡോക്ടർ ഫോസസ് എന്ന്, അടുത്തതും ഡോക്ടർ ഫോസസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക, 20 മാർക്സ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ബ്ലോക്ക് 2-ൽ നിന്ന് തന്നെയാണ് 2 ക്വസ്റ്റ്യൻസ്. മിഡ് സമ്മർ നൈറ്റ് സ്ട്രീമിൽ നിന്നാണ് 2 ചോദ്യങ്ങളും, അതിലൊന്ന് അറ്റംപ്റ്റ് ചെയ്യുക, 20 മാർക്ക്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുന്നത് ഹാംലെറ്റിൽ നിന്ന് തന്നെയാണ് 2 ചോദ്യം, 2 യൂണിറ്റിൽ നിന്നാണെന്നേ ഉള്ളൂ, അതിന് 20 മാർക്ക്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ഗോദോ, 2 വെയിറ്റിംഗ് ഫോർ ഗോദോ തന്നെയാണ്, 20 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്ന് പറയുന്നത് ഒന്ന് ലുക്ക് ബാക്ക് ഇൻ ആങ്കറിനും ഒന്ന് പിഗ്മാലിയൻ എന്നുമാണ്. ഒന്ന് ബ്ലോക്ക് 8 നിന്നും ഒന്ന് ബ്ലോക്ക് 6-ൽ നിന്നുമാണ്, ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക, 20 മാർക്ക്. ബ്ലോക്ക് 7 എന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി 2 of the following topics, the role and significance any 2 of the following topics. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം നമ്മൾ എഴുതുക. Any 2 of the following topics, the role and significance of chorus, Johnsonian comedy, the playboy of the western world, dramatic poetry എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 അറ്റംപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഹോപ്പ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ. സോ ടേക്ക് കെയർ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.